ഹായ് ഫ്രണ്ട്സ്, സുനിറ്റമിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് ഡബിൾ ലെയർ സ്കേർട്ടായിട്ടാണ്. അംബർല കട്ടിങ്ങിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ഫാബ്രിക്കാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ തുണീനെ നമുക്ക് രണ്ടാക്കി മടക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് ലെങ്ത്ത് കൂടുതലായിരിക്കും. ഇതിനിതുപോലെ നിവർത്തിയിടാം. അതുപോലെ 2 ലെയർ വന്നിട്ടുണ്ട്. ഇനി ഈ ഫോൾഡ് ചെയ്ത ആ ഭാഗത്തുനിന്ന് തുണീനെ ഇതുപോലെ കോണാക്കി കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ 4 ലെയറും ആ ഒരു സൈഡ് ഫോൾഡ് ചെയ്തതും കിട്ടും. വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യണത്. 21 ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട്, പ്ലസ് 3 ഇഞ്ച് ലൂസ്. അപ്പോൾ 24 ഇഞ്ച് കിട്ടി. അതിൻ്റെ 4/1 6 ഇഞ്ച് അത് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മുകളിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഇവിടേക്ക് എത്രയാണ് വരണേന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 8 ഇഞ്ചിൽ നമ്മൾ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഇതുപോലെ ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് നമുക്ക് വേസ്റ്റ് ബാൻഡായിട്ട് സ്കേർട്ട് അറ്റാച്ച് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണ്. ഇനി മുകളിൽ നിന്ന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാണ് 15 ഇഞ്ച്. അപ്പം ഇതിൽ ഒരു ഇഞ്ച് താഴെ മടക്കി തയ്ക്കാൻ എടുത്തിട്ടുണ്ട്. അതാണ് 15 ഇഞ്ച് വന്നിരിക്കുന്നത്. 14.5 ഇഞ്ചാണ്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് താഴെ മടക്കി തയ്ക്കുക. അങ്ങനെ 15 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേസ്റ്റ് ബാൻഡും ഈ താഴത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തതും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ലെയറാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തതായിരിക്കും. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇനി അടുത്ത ലെയർ ചെറുതായിരിക്കും. അതെങ്ങനെ നമുക്ക് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ബാക്കി വന്ന പീസ് ഉണ്ടാവും. അത് ഇതുപോലെ രണ്ടാക്കി മടക്കാം. ഇതുപോലെ കോണാക്കിയിട്ട് മടക്കാം. ഫസ്റ്റ് ലെയർ നമ്മൾ എങ്ങനെയാണോ മടക്കിയത് അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും മടക്കാം. ഇവിടുത്തെ വേസ്റ്റ് ബാൻഡ് 6 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചുള്ള വേസ്റ്റ് റൗണ്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് പ്ലസ് ലൂസ് എടുക്കുക. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്നതാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. നമുക്ക് 6 ഇഞ്ചാണ് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. ഇവിടെയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുക. അത് നമുക്ക് വേസ്റ്റ് ബാൻഡായിട്ട് അറ്റാച്ച് ചെയ്യാനാണ്. ഇനി ഇവിടുന്ന് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്യണത്. 8 ഇഞ്ചാണ് ആക്ച്വലായിട്ട് നമുക്ക് വേണ്ടത്, പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 9 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അല്ല, 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പാവാട താഴെ മടക്കി തയ്ക്കാനാണ്. അപ്പോൾ 9 ഇഞ്ചിൽ ചുറ്റും ഇതുപോലെ തന്നെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് വേസ്റ്റ് ബാൻഡ് കിട്ടണേന്ന് നോക്കാം. അപ്പോൾ 12 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 24 ഇഞ്ച്. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കണ്ടുപിടിച്ചത്. ഈ ഒരു സ്കേർട്ട് വേസ്റ്റ് ബാൻഡായിട്ടാണ്, സെപ്പറേറ്റ് വേസ്റ്റ് ബാൻഡായിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള പീസ് എടുക്കുക. അപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, വേസ്റ്റ് ബാൻഡ് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്, പ്ലസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ മടക്കിയ ശേഷം നമുക്ക് 1.5 ഇഞ്ച് കിട്ടും. അതായിരിക്കും കറക്റ്റായിട്ടുള്ള വേസ്റ്റ് ബാൻഡ്. ഓക്കെ. ഇനി ഇതിൻ്റെ വീതി എടുക്കുന്നത് 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. 13 ഇഞ്ചിൽ വേണം എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മടക്കിയ ശേഷം 1.5 ഇഞ്ച് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ സ്കേർട്ട് വെട്ടിയപ്പോൾ അവിടുത്തെ വേസ്റ്റ് ബാൻഡ് എടുത്തത് 24 ഇഞ്ചാണ്. അപ്പോൾ ആ സെയിം അളവ് തന്നെ വേണം നമ്മൾ ഇവിടെയും എടുക്കേണ്ടത്. 24 ഇഞ്ചിൻ്റെ പകുതിയാണ് 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 13 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 ലെയർ. അപ്പോൾ സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് കുറവും ഫസ്റ്റ് ലെയർ ആദ്യം വെട്ടിയതിൻ്റെ ലെങ്ത്ത് കൂടുതലും, അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത്. പിന്നെ ആദ്യം നമുക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ സെക്കൻഡ് ലെയർ ഇതിനെ മടക്കി ചീത്ത വശത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് സിക്സ് ആഗ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചുറ്റും സിക്സ് ആഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുകളിലും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വേസ്റ്റ് ബാൻഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇനി വേസ്റ്റ് ബാൻഡ് നമ്മൾ കട്ട് ചെയ്തത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വേസ്റ്റ് ബാൻഡിൻ്റെ നല്ല വശം സ്കേർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇൻറ്റ് മടക്കിയിട്ട് സ്കേർട്ടിൻ്റെ റോങ് സൈഡിൽ മടക്കി തയ്ക്കും. അപ്പോൾ ഇവിടെ വേസ്റ്റ് ബാൻഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലേസുകൾ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ലേസോ റിബണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ വേസ്റ്റ് ബാൻഡ് തയ്ക്കണ മുന്നായിട്ട് നമുക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്കേർട്ടിനെ റോങ് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചിടാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത്, ആ ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയാണ് അവിടെ വിട്ടു കൊടുക്കുന്നത്. വേസ്റ്റ് ബാൻഡിൻ്റെ വീതി എടുക്കുമ്പോൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എടുക്കരുത്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് എക്സ്ട്രാ ലൂസ് ഇട്ടിട്ട് വേണം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അങ്ങനെയാണ് നമുക്കിവിടെ 6 ഇഞ്ച് കിട്ടിയത്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ബാൻഡ് കറക്റ്റ് 24 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇലാസ്റ്റിക്കിൽ വേണം കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് 21 ഇഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ സ്കേർട്ട് കിടന്നോളും, കുറച്ച് ചുരുക്കും അതനുസരിച്ചും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു പാറ്റേൺ ആണ്. എപ്പോഴും ഒരേ മോഡൽ സ്കേർട്ട് തയ്ക്കാണ്ട് ഇതുപോലത്തെ ഡബിൾ ലെയർ സ്കേർട്ട് തയ്ച്ച് നോക്കാം. ഇത് അമ്പർല കട്ടിങ്ങിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു 2 മീറ്ററെങ്കിലും നമുക്ക് തുണി വേണം, എന്നാലേ ആ ഒരു കട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അപ്പോൾ സംശയമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഓക്കെ, താങ്ക് യു.